വർഗീയവാദി ആരാണ്? എന്നൊക്കെ എതിർത്ത് ഞാനാണ് അവിടെ വർഗീയത പറയുന്നത്. അതേ വേദിയിൽ രാഷ്ട്രീയ ഭേദമന്യേ നേതാക്കൾ വെള്ളാപ്പള്ളി നടേശനെ പ്രശംസിച്ചതും കേരളം കേട്ടു. വിശ്രമജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി എന്നാണ് മന്ത്രി വി എൻ വാസവന്റെ പുകഴ്ത്തൽ. പറയാനുള്ളത് മുഖത്തു നോക്കി പറയാൻ ധൈര്യമുള്ള നേതാവാണ് വെള്ളാപ്പള്ളിയെന്ന് ഹൈബി ഈഡൻ എംപിയും SNDPക്ക് നിലയും വിലയും ഉണ്ടാക്കിക്കൊടുത്ത നേതാവാണ് നടേശനെന്ന് കെ ബാബു MLAയും പ്രശംസിച്ചു. സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ധൈര്യത്തോടെ മുന്നിൽ നിന്ന നേതാവാണ് വെള്ളാപ്പള്ളി എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ അനുമോദനം. യഥാർത്ഥത്തിൽ വിശ്രമജീവിതം അനുഭവിക്കേണ്ട കാലഘട്ടത്തിൽ അതേപോലെ തന്നെ സമകാലീന സാമൂഹ്യ പ്രശ്നങ്ങളും അതേപോലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും എല്ലാം ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തിന് അതിനെല്ലാം വ്യക്തമായ രൂപത്തിലുള്ള അഭിപ്രായങ്ങളും നിർഭയമായി രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രംഗവും നാം കാണുകയാണ്. അത് ഏത് തരത്തിലുള്ളതായിരുന്നാലും അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം അദ്ദേഹം പറഞ്ഞു പോകുന്നു. അതേസമയം വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന രാഷ്ട്രീയ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. കേരളത്തിൽ ഇത്ര പച്ചയ്ക്ക് വർഗീയത പറയാവോ എന്നതിൽ സർക്കാർ മറുപടി പറയണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും ആവശ്യപ്പെട്ടു. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നറേറ്റീവാണ്. അപ്പൊ ഇവരെല്ലാവരും ഒരേ നറേറ്റീവാണ്. അദ്ദേഹം ദയവ് ചെയ്ത് ഇതിൽ നിന്ന് മാറണം. ഇത് ശ്രീനാരായണ ദർശനങ്ങൾക്ക് യോജിച്ചതല്ല. അത്ര വിഭാഗീയത സൃഷ്ടിക്കുന്ന ആഹ്വാനങ്ങൾ നടത്താവോ? പച്ചക്ക് വർഗീയത പറയാവോ? അത് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റാണ്. വെള്ളാപ്പള്ളി പേടി ആർക്കൊക്കെ? വെള്ളാപ്പള്ളിയെ അവധാനത ആര് പഠിപ്പിക്കും?